ഞാനിപ്പോൾ ഉള്ളത് കോന്നി ആനക്കൂടിന് സമീപമാണ്. കോന്നി ആനക്കൂട് എങ്ങനെയാണ്? ഓക്കെ, ഇതാണ് കോന്നി ആനക്കൂടിൻ്റെ ഫ്രണ്ട് വശം. കേരള വനം വകുപ്പ് എന്ന് കോന്നി ഇക്കോ ടൂറിസത്തിലേക്ക് സ്വാഗതം. ഇതാണ് കോന്നി ആനക്കൂട്. എവിടെ പാസ് എടുക്കും? ഓക്കെ ഓക്കെ. അത് പാസ് എത്ര? ആ ഓക്കെ. ഇതാണ് നമ്മുടെ കോന്നി ആനക്കൂട്. ഇവിടെ ഇപ്പോൾ ആനയുണ്ടോയെന്ന് നോക്കണം. ഈ വന്യസ്വഭാവമുള്ള ആനകളെ ഇണക്കി നാട്ടിലെ ആനയാക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ ഉള്ളത്. കോന്നി ആനക്കൂട്. ഓക്കെ, കാണിക്കാം. ഇതവിടെയുള്ളൊരു ചെറിയ ആനക്കുട്ടിയാണ്. കണ്ടിട്ട് അയ്യപ്പൻ എന്നാണ് ഇതിൻ്റെ പേര്. ചെറിയ ആനക്കുട്ടിയാണ്. ഒരു 2 വയസ്സോ മറ്റോ പ്രായമുള്ളൂ. കൊച്ചയ്യപ്പൻ അങ്ങനെന്തോ അതിൻ്റെ പേര്. കൊച്ചയ്യപ്പൻ എന്നാണ് അതിൻ്റെ പേര്. ഞാൻ ആദ്യം കരുതിയത് കോന്നി ആനക്കൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര വിശാലമായിട്ടുള്ള ഒരുപാട് ആനകളൊക്കെ ഉള്ള ഒരു സ്ഥലമായിരിക്കും. അത്ര വിശാലമൊന്നുമില്ല, ചെറിയൊരു സ്ഥലമാണ്. ഭയങ്കര വിശാലമെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അവിടെ മേളിലൊരു 3-4 പിടിയാനകളെ നിർത്തിയിട്ടിട്ടുണ്ട് എന്ന് പറയുന്ന കേട്ടോ. അന്ന് അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം. ഇത് ആനകളുടെ പുസ്തകവും അതായത് മരം കൊണ്ടുണ്ടാക്കിയ ഓരോരോ രൂപങ്ങളുണ്ടാക്കിയ ഒരു മ്യൂസിയം അതിനകത്തുള്ളത്. മൊത്തം ഈ തടിപ്പണിത ആനകൾ, ഫുള്ള് തടിപ്പണിത ആനകളുടെ മനോഹരമായിട്ടുള്ള അടിപൊളി ഈ മറ്റേ ശില്പങ്ങളും മറ്റുള്ള ഒരു മ്യൂസിയം ഉണ്ട് അതിനകത്ത് കയറിയപ്പോൾ കിട്ടിയതാണിത്, ഈ ഫോട്ടോ. ആ ശരി ശരി. ഇതിവിടെ വന്നൊരു പിടിയാനയാണ്. 22 വയസ്സ് പ്രായമുള്ള ഒരു പിടിയാനയാണ്. കണ്ടില്ലേ, പിടിയാനയാണ്. അത് കൂടാതെ ഒരു 3-4 ആനകളോടും ഉണ്ട് അവിടെ. ഈവ എന്നാണ് ഈ ആനയുടെ പേര്. അടുത്ത ആനയാണ് പ്രിയദർശിനി. 43 വയസ്സും കണ്ടിട്ട് പിടിയാനയാണ്, നല്ല പിടിയാനയാണ്. കണ്ടിട്ട് ഇത് പ്രസവിച്ചിട്ടുണ്ടോയെന്നൊന്നും ആർക്കും അറിയത്തില്ല, എനിക്കറിയത്തില്ല. പക്ഷേ പിടിയാനയാണ് ആന കൂടുതലുള്ളത്. 40 വയസ്സുണ്ട് ഇതിന്. 40 വയസ്സുള്ള ഒരു ആനയാണത് കാണിക്കുന്നത്. അടുത്ത ആനയാണ് മീനെന്ന് പറയുന്ന ആന. 33 വയസ്സുള്ള ആനയാണ്. 33. അത് എവിടുന്ന് പിടിച്ചതെന്നൊക്കെ അവിടെ ഒരു ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മീനെന്ന് പറയുന്ന ആന പിടിയാനയാണ്.
അവിടെ ഒരു ഒറ്റയൊരു കൊമ്പനാനയാണത്. കൊമ്പനാനെ ഒരെണ്ണത്തിനെ കാണാൻ പറ്റുന്നുണ്ട് അവിടെ. ബാക്കിയെല്ലാം പിടിയാനയുള്ളത്. കൊമ്പനാന നല്ല അടിപൊളി ഒരു കൊമ്പന നിൽക്കുന്നത്. നമ്മൾ ആനപ്രേമികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് കാണുക. നല്ല സ്ഥലമാണ്, കാണാൻ പറ്റിയ നല്ല സ്ഥലമാണ്. ഈ കോന്നി ഇക്കോ ടൂറിസം ആനക്കൂടെന്ന് ചോദിച്ചാൽ മതി. പത്തനംതിട്ട ജില്ലയിലെ കോന്നി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതുള്ളത്. വരുന്ന എല്ലാവരും കയറി കാണുക. ഇതാണ് ഇവിടെയുള്ള 3D തിയേറ്ററാണ്. കോന്നി ഇക്കോ ടൂറിസം വകയായിട്ടുള്ള ഒരു 3D തിയേറ്ററാണിത്. എന്തോ ഇതിനകത്തിലെ കാഴ്ചകളൊന്ന് നോക്കാം. പത്തനംതിട്ട ജില്ലയിൽ നിന്നും പുനലൂർ റൂട്ടിൽ കൂട്ടത്തെ നയിക്കുന്നത് വന്യജീവി സംരക്ഷണ നിയമം 1972 വ്യവസ്ഥകൾ അനുസരിച്ച് ആനകൾ. കൂടാതെ ഇവിടെ ഒരു ആനയുടെ ഒരു മ്യൂസിയം കൂടെ ഉണ്ട്. ആനയുടെ മ്യൂസിയം, അതായത് ആനകളെ കുറിച്ചുള്ള സർവ്വ കാര്യങ്ങളും അടങ്ങിയ ഒരു മ്യൂസിയമാണിത്. ഇത് ആനയുടെ ഒരു പൂർണ്ണമായ പ്രതിമയാണിത്. ആനക്കൂടിൻ്റെയൊക്കെ മാതൃക, ചെറിയ തടിയിൽ പഴുത്ത ആനയുടെ ശില്പങ്ങൾ, ആനകളെ പറ്റിയുള്ള മറ്റു കാര്യങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന പടങ്ങൾ. ഇവിടെ നന്നായി തിരക്കുറവായിരുന്നു, എന്താണെന്നറിയില്ല. പിന്നെ ഒരു ആനയുടെ അസ്ഥി കൂടും, പിന്നെ ആനയെ തളയ്ക്കുന്ന ഉപകരണങ്ങൾ, തോട്ടി, അങ്ങനെയുള്ള ചില ഉപകരണങ്ങൾ, ആനക്കണി വെച്ച് പിടിക്കുന്ന സാധനങ്ങൾ, ഇതൊക്കെയാണ് അതിനകത്ത് ഞാൻ മ്യൂസിയത്തിനകത്ത് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ആനത്തോട്ടിയൊക്കെ കണ്ടില്ല, ഇത്രയും വലിയ ആനത്തോട്ടിയൊക്കെ ആദ്യമായിട്ട് കാണാം ഞാൻ. ആനയുടെ തോട്ടി, ആനയുടെ മുകളിൽ ഇരുന്ന് ആനയെ നിയന്ത്രിക്കാനുള്ള സാധനം. ആനയുടെ ഒരു പിടിക്കുന്ന ഒരു കെണിയാണ് ഇരിക്കുന്ന ഒരു കെണിയാണ് ആനക്കണി. ആനയുടെ കാലരൊക്കെ തറക്കിയത് പോയി, അന്നേരം അതിനെ പിടികിട്ടുന്നത്. ഇത് ഓരോ മൃഗങ്ങളുടെയും സൗണ്ട് കേൾപ്പിക്കുന്ന ഒരു സംഭവമായത്. ഏതൊക്കെ മൃഗങ്ങൾ ഏതൊക്കെ സൗണ്ട് ഉണ്ടാക്കും എന്നൊക്കെ ഇങ്ങനെ ലൈറ്റ് ഇടുന്നതിനകത്തിൻ്റെ ആ ജീവിയുടെ അതേ ശബ്ദം അതിനകത്തിൽ കൂടെ കേൾക്കും. അങ്ങനത്തെ ഒരു സംഭവം ഇത്. ആ മ്യൂസിയത്തിന് അതിലുള്ള വേറൊരു അത്ഭുതമായത്. അയ്യപ്പാ, അയ്യപ്പാ, അയ്യപ്പാ. ഞാൻ അവിടെ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴേ ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് ഒരു പെങ്കുച്ചിൻ്റെ ചിത്രം വരയ്ക്കുന്നതാണ്. ചിത്രം എന്ന് പറഞ്ഞാൽ ക്യാൻവാസ് നല്ല അടിപൊളിയായിട്ട് ആരിരുന്ന് തരും, അവരുടെ ഫോട്ടോ നന്നായി വരയ്ക്കും. അതെ ചേട്ടാ, ഇങ്ങനെ എത്ര നാളായി ഇവിടെ തന്നെയാണോ വരയ്ക്കാൻ കൊടുത്തു. എൻ്റെ ഫോട്ടോയും കൂടെ ഒന്ന് വരയ്ക്കാൻ വേണ്ടി. എങ്ങനെയുണ്ടാ ചേട്ടൻ്റെ കഴിവെന്ന് നമുക്കൊന്ന് നോക്കാം വരച്ച് കഴിഞ്ഞിട്ട്. അതെ, വരയ്ക്കുന്നത് ഭിത്തിയിലൊക്കെ വരയ്ക്കും, പടം വരയ്ക്കുന്നുണ്ടോ? അതെ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എൻ്റെ ഫോട്ടോ നല്ല അടിപൊളിയായിട്ടൊന്ന് വരച്ചേക്ക്. ചേട്ടൻ്റെ പേരെന്തോ? എൻ്റെ പേര് പ്രകാശൻ. പ്രകാശൻ. നമ്പറോട് ഒന്ന് പറയുമോ?
89 43 240 212. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ളവർ ഈ ചേട്ടനെ ബന്ധപ്പെട്ടാൽ മതി. പടമൊക്കെ നല്ല അടിപൊളിയായിട്ട് വരച്ചു തരും. അപ്പോൾ നോക്കാം എൻ്റെ പടം വരയ്ക്കുന്നത് എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, അങ്ങനെ ചേട്ടൻ എൻ്റെ പടം വരച്ചു കഴിഞ്ഞു കേട്ടോ. ഏകദേശം അതുപോലൊക്കെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പടം ഇങ്ങനെ തന്നെ ആണെന്നാണ് തോന്നുന്നത്. അവരുടെ പടം അങ്ങനെ അറിയത്തില്ല, നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അവരുടെ പടം അല്ലേ. മറ്റേ കുട്ടി പെങ്കൊച്ചിൻ്റെ വരച്ചതേ അതേപോലെ ഓക്കെ. ഇതാണ് ചേട്ടൻ വരച്ച ഫോട്ടോ കേട്ടോ. എൻ്റെ കൂട്ട് നല്ല അടിപൊളിയായിട്ടാണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, മതി.